കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീയിൽ ഒപ്പിട്ട സംസ്ഥാന സർക്കാർ നടപടിയിൽ CPIയെ അനുനയിപ്പിക്കാൻ തിരക്കിട്ട ചർച്ചകൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPIM ജനറൽ സെക്രട്ടറി MA ബേബി, LDF കൺവീനർ TP രാമകൃഷ്ണനും AKG സെൻട്രൽ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം അല്പസമയത്തിനകം ചേരും. വിവരങ്ങളുമായി D ബിനോയ് ചേരുന്നു. ബിനോയ്, കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീയിൽ ഒപ്പിട്ട സംസ്ഥാന സർക്കാർ നടപടിയിൽ CPI അനുനയിപ്പിക്കാനുള്ള ചർച്ചകൾ നടക്കുകയാണ്. മുഖ്യമന്ത്രിയും CPIM ജനറൽ സെക്രട്ടറി MA ബേബിയും TP രാമകൃഷ്ണനും AKG സെൻട്രലിൽ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം അല്പസമയത്തിനാണ് ചേരുക. എന്തൊക്കെ വിഷയങ്ങളാകും ഇതിനകത്ത് ചർച്ച ചെയ്യാനുള്ള സാധ്യത? CPI അനുനയിപ്പിക്കാൻ ഈ ഒരു യോഗത്തിലൂടെ സാധിക്കുമോ? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രി AKG സെന്ററിൽ എത്തിയത്. നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനും ചർച്ച ചെയ്യുന്നതിനും വേണ്ടി അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ചേരും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. പാർട്ടി ദേശീയ സെക്രട്ടറി MA ബേബി, പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ളവർ ഈ AKG സെന്ററിലുണ്ട്. ഒപ്പം ധനമന്ത്രി KN ബാലഗോപാലും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ബാക്കിയുള്ളവർ ഒരു പക്ഷേ ഓൺലൈനായിട്ട് പങ്കെടുക്കാനുള്ള സാധ്യതയും ഉണ്ട്. കാരണം ഈ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്ത് CPIയെ അനുനയിപ്പിച്ച് നിർത്തുന്നതിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളായിരിക്കും ഇന്ന് നടക്കാൻ സാധ്യത. നേരത്തെ CPI തന്നെ ഒരു ഉപാധി മുന്നോട്ട് വെച്ചിരുന്നു. കേന്ദ്രത്തിന് കത്തയക്കണം, പദ്ധതി നടപ്പാക്കാൻ കഴിയില്ല എന്ന ഉപാധി മുന്നോട്ട് വെച്ചിരുന്നു. ആ ഉപാധിയുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കും ഒരു പക്ഷേ ചർച്ച. എന്തായാലും പദ്ധതിയിൽ നിന്ന് പിന്മാറില്ല എന്ന് മുഖ്യമന്ത്രി എടുത്തു പറയുന്നുണ്ട്. പാർട്ടി ദേശീയ സെക്രട്ടറിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും എല്ലാം ആ നിലപാട് തന്നെ സ്വീകരിക്കുന്നു. കേന്ദ്രത്തിന്റെ ഫണ്ട് സംസ്ഥാനത്തിന് അർഹിക്കുന്ന ഫണ്ടാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊരു നീക്കവും BJPയുടെ കാവ്യവൽക്കരണമോ അല്ലെങ്കിൽ RSന്റെ നീക്കങ്ങളോ ഒന്നും തന്നെ ഇവിടുത്തെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തത്തില്ല. ദേശീയ പാഠ്യപദ്ധതി കേരളത്തിൽ നടപ്പാക്കുകയുമില്ല. കരിക്കുലം ഉൾപ്പെടെയുള്ളവ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുമെന്നൊക്കെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നു. ഈ വിഷയങ്ങളൊക്കെ മുഖ്യമന്ത്രി നേരിട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയോട് ചർച്ച ചെയ്യുകയും ചെയ്തത്. എന്നിരുന്നാൽ തന്നെയും നയങ്ങളിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല എന്ന വാദഗതിയാണ് CPI ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം വളരെ വേഗത്തിൽ യോഗം പൂർത്തിയാവും. അതിനുശേഷം CPI നേതാക്കളും CPM നേതാക്കളും തമ്മിലൊരു കൂടിക്കാഴ്ചയ്ക്കുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. അല്പസമയത്തിനുള്ളിൽ തന്നെ അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകും. ആ യോഗത്തിൽ തീരുമാനം ആയില്ല എന്നുണ്ടെങ്കിൽ പാർട്ടി ഒരു പക്ഷേ ഇനിയൊരു ചർച്ച ഉണ്ടാകില്ല. മന്ത്രിസഭാ യോഗത്തിലേക്ക് നേരിട്ട് പോകും. മന്ത്രിസഭാ യോഗത്തിൽ CPI പങ്കെടുക്കില്ല. പിന്നീട് നവംബർ 4 വരെ കാത്തിരിക്കേണ്ടി വരും. അന്നാണ് പാർട്ടി ജനറൽ കൗൺസിൽ യോഗം. പക്ഷേ അത്ര നാൾ നീണ്ടുപോകാതെ വലിയ വിഷയങ്ങളും ചർച്ചകളും ഇല്ലാതെ തന്നെ പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാനുള്ളൊരു നീക്കം ഇപ്പോൾ CPIMന്റെ ഭാഗത്ത് ആരംഭിച്ചിരിക്കുന്നു. പ്രത്യേകിച്ചും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെയാണ് വേഗത്തിൽ ഇന്നലെയും വളരെ വേഗത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരുന്നു. ഇന്നും പാർട്ടി അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നു. അപ്പോൾ വളരെ വേഗത്തിലാണ് കാര്യങ്ങൾ നീക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഈ യോഗങ്ങളിലേക്ക് അടക്കം. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇന്ന് ചേരുന്നുണ്ട്. അപ്പോൾ രണ്ട് പാർട്ടികളുടെയും സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ പാർട്ടി ആസ്ഥാനങ്ങളിൽ നടക്കുന്ന ഒരു ദിവസമാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിമാരെല്ലാം തന്നെ ഈ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. CPIMന്റെ പാർട്ടി സെക്രട്ടറി അല്പസമയം മുമ്പ് തിരുവനന്തപുരത്തെത്തി AKG സെന്ററിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ നേതാക്കന്മാരെല്ലാം തന്നെ കേരളത്തിൽ എത്തിയിരിക്കുന്നു. ഈ പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗങ്ങൾക്ക് ശേഷമായിരിക്കും ഒരു പക്ഷേ ഉപാധി വെച്ചുള്ള ചർച്ചകൾ അല്ലെങ്കിൽ രണ്ട് പാർട്ടിയുടെയും ജനറൽ സെക്രട്ടറിമാർ തമ്മിലുള്ള ചർച്ചകൾ നടക്കുക. അല്പസമയത്തിനുള്ളിൽ തന്നെ പാർട്ടി സെക്രട്ടറി യോഗങ്ങൾ പൂർത്തിയാകും. അതിനുശേഷം ചർച്ചയ്ക്കുള്ള സാധ്യതയുമുണ്ട്. ബിനോയ്, CPI ഈ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ഇതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയുമാണെങ്കിൽ CPIMന്റെ അടുത്ത നടപടി എന്തായിരിക്കും? അല്ല, ചർച്ചകളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് CPIMന്റെ തീരുമാനം. ഇതിനകത്ത് ഇതിൽ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഇതിന്റെ വ്യവസ്ഥകൾ, അതായത് PM ശ്രീ പദ്ധതിയുടെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി മന്ത്രിമാരുടെ ഒരു ഉപസമിതി രൂപീകരിക്കും. ആ ഉപസമിതിയിൽ CPIയിൽ നിന്നുള്ള മന്ത്രിമാരെ ഉൾപ്പെടുത്തും. അവർ കൂടി നിർദ്ദേശിക്കുന്ന തരത്തിലായിരിക്കും വ്യവസ്ഥകൾ കൈകാര്യം ചെയ്യുക. മാത്രവുമല്ല, PM ശ്രീ പദ്ധതിയുടെ പേരിൽ ദേശീയ വിദ്യാഭ്യാസം നടപ്പിലാക്കുന്നതിന് വേണ്ടി എല്ലാ അർത്ഥത്തിലും തയ്യാറാവില്ല. മാത്രവും മറ്റൊരു കാര്യം പ്രധാനമായി എടുത്തു പറഞ്ഞത്, വേഗത്തിൽ ഈ പദ്ധതി നടപ്പാക്കില്ല, സ്കൂളുകളിൽ ലിസ്റ്റ് ഉടൻ നൽകുക. ഇത്തരം കാര്യങ്ങളൊക്കെ ഉപാധി എന്ന നിലയ്ക്ക് CPIM മുന്നോട്ട് വെച്ചതാണ്. ആ വിഷയങ്ങളിലായിരിക്കും ചർച്ച നടക്കുക. എന്തായാലും ഇന്ന് ചർച്ചയിൽ സമവായമായില്ലെങ്കിൽ ഇനി നവംബർ 4 വരെ കാത്തിരിക്കേണ്ടി വരും. അന്നാണ് CPIയുടെ ജനറൽ കൗൺസിൽ യോഗം ചേരുക. അതിനു മുമ്പ് LDF യോഗം ചേരും. LDF യോഗത്തിൽ ഒരു പക്ഷേ ചർച്ചകൾക്ക് പരിഹാരം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരി, വ്യക്തമാണ് ബിനോയ്. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീയിൽ ഒപ്പിട്ട സംസ്ഥാന സർക്കാർ നടപടിയിൽ CPIയെ അനുനയിപ്പിക്കാൻ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPIM ജനറൽ സെക്രട്ടറി MA ബേബി, LDF കൺവീനർ TP രാമകൃഷ്ണനും AKG സെൻട്രൽ എത്തിയിട്ടുണ്ട്. അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം അല്പസമയത്തിനകം ചേരും. കൂടുതൽ വിവരങ്ങൾ നൽകിയത് D ബിനോയാണ്.